of HRD performance. Dynamic changes in HR measures are urgently required to refocus the priorities and resources of the HR function. അപ്പോൾ നമ്മൾ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ HR മെഷേഴ്സിൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പ്രയോറിറ്റീസും നമ്മുടെ റിസോഴ്സസും നമ്മുടെ HR ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രയോറിറ്റി റിസോഴ്സസും നമുക്കറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആവശ്യമാണ്. Instead of being HR driven, what makes sense to HR professional, the next generation of HR measures need to be business driven. അപ്പോൾ HR എപ്പോഴും നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് അതൊരു ബിസിനസ് ഡ്രൈവൻ മോഡലായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ബിസിനസ് സക്സസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ HR മെഷേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. Instead of being actively oriented, new HR measures should be impact oriented. അപ്പം നമ്മൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു മുമ്പ് HR ചെയ്തിരുന്നത്. അതായത് എന്തെങ്കിലും എംപ്ലോയീസിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യാം, അങ്ങനെ അതിന് ഫോർവേഡായിട്ട് ആക്ഷൻ എടുക്കാം. അതായത് റിയാക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, HR നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് വേണം ചെയ്യാൻ, പ്രോആക്റ്റീവായിട്ട് വേണം ചെയ്യാൻ. അതാണ് ഇമ്പാക്റ്റ് ഓറിയൻറ്റഡ്. അതായത് എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മുടെ ബിസിനസ്സിനെ അത് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് റിസൾട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇമ്പാക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വേണം നമ്മൾ HR മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാനുള്ളത്. Instead of looking backward, what has happened, innovate HR measures should be forward looking. നമ്മുടെ HR measures എന്ന് പറയുന്നത് forward looking ആയിരിക്കണം. Allowing the managers to assess and diagnose the process and people capabilities that can predict the future success of the corporation. അപ്പോൾ നമ്മുടെ HR എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആൾക്കാരുടെ കേപ്പബിലിറ്റീസ് നമുക്ക് അസസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും, അതാണ് അസസ് ആൻഡ് ഡയഗ്നോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അസസ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും പറ്റണം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ തന്നെ സക്സസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫൈനലി, ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ആൻ ഇൻഡിവിജ്വൽ HR പ്രാക്ടീസ്, ഫ്യൂച്ചർ HR മെഷേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ ദ എൻറ്റയർ HR സിസ്റ്റം. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ HR പ്രാക്ടീസ്, അത് ഒരു എംപ്ലോയിയുടെ കംപ്ലയിൻസ് ഒക്കെ എടുത്ത് അവരുടെ പെർഫോമൻസ് നോക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, അപ്പോൾ അങ്ങനെ മാത്രമല്ല നമ്മളൊരു എൻറ്റയർ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ മൊത്തമായിട്ട് നോക്കണം. അപ്പോൾ അതാണ് പറയുന്നത് HR മെഷേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ ദ എൻറ്റയർ HR സിസ്റ്റം. നമ്മൾ മൊത്തത്തിലുള്ള HR സിസ്റ്റത്തിലാണ് ഫോക്കസ് കൊടുക്കാൻ. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ സിനർജി എക്സിസ്റ്റിംഗ് എമംഗ് HR പ്രാക്ടീസസ്. നമ്മൾ HR പ്രാക്ടീസസ് ഓവറോളായിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സിനർജി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഒന്നൊന്നായിട്ട് ചെയ്യണേക്കാൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ സിനർജി എന്ന് പറയുന്നത്. സിനർജിക്ക് ഒരു റൂളുണ്ട്, 1+1=3 എന്നാണ് ആ റൂൾ വരുന്നത്. അതായത് 2 പേര് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 പേര് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റ് കിട്ടും എന്നാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി വന്നിട്ട് ഇൻ്റഗ്രേറ്റീവ് HR ഫ്രെയിംവർക്ക്. അപ്പോൾ എന്താ ഈ ഇൻ്റഗ്രേറ്റഡ് HR ഫ്രെയിംവർക്ക്? ഇൻ്റഗ്രേറ്റീവ് HR ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇത് ഓഫർ ചെയ്തേക്കുന്നത് യങ് ആൻഡ് ബർമൻ ആണ്. ഓക്കെ, ഐഡൻറ്റിഫൈ 3 പാത്ത് ത്രൂ വിച്ച് HR പ്രാക്ടീസസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ബിസിനസ് പെർഫോമൻസ്. 3 പാർട്സ് ഉണ്ട്. അതായത് HR പ്രാക്ടീസസ് ബിസിനസ് പെർഫോമൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3 പാർട്സ് ആയിട്ടാണ്. ആദ്യത്തത് ബൈ ബിൽഡിംഗ് ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ്. ആദ്യം ചെയ്യുന്ന ഏതാണ്, ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റീസ് ബിൽഡപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ഇംപ്രൂവിങ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഓരോ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ആവും. പിന്നെ ഷേപ്പിംഗ് ദ കസ്റ്റമർ ആൻഡ് ഷെയർ ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ കസ്റ്റമറിനെ, അതായത് നമ്മുടെ കസ്റ്റമർ നമ്മളോട് കൂടുതൽ അറ്റാച്ച് ആവുന്ന രീതിയിൽ കസ്റ്റമറിനെ ഷേപ്പ് ചെയ്യുക, അതേപോലെ ഷെയർ ഹോൾഡറെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് HR ഫ്രെയിംവർക്കിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റീവായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദ ഫ്രെയിംവർക്ക് ഓൾസോ പ്രപ്പോസ് 3 ക്ലസ്റ്റേഴ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് HR എഫക്റ്റീവ്നെസ്, ഇൻറ്റേർണൽ ഓപ്പറേഷണൽ HR മെഷേഴ്സ്, ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് HR മെഷേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ സ്ട്രാറ്റജിക് HR മെഷേഴ്സ്. അതായത് നമ്മളിവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, 3 ക്ലസ്റ്റേഴ്സായിട്ട് HRൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യണം. അതായത് ഇതെല്ലാം സ്ട്രാറ്റജി ഓറിയൻറ്റഡ് ആണ്. അതായത് ലോങ് ടേം നോക്കിയിട്ടാണ് ഇൻറ്റേർണൽ ഓപ്പറേഷണൽ HR. അപ്പോൾ ഇൻറ്റേർണലി ഓപ്പറേഷൻസ് എങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ അതാണ് ഇൻറ്റേർണൽ ഓപ്പറേഷണൽ HR മെഷേഴ്സ്. പിന്നെ ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് HR മെഷേഴ്സ്. അപ്പോൾ ഇൻറ്റേർണലി ലോങ് ടേമിൽ നമ്മൾ എങ്ങനെയാണ് HR മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എക്സ്റ്റേർണൽ സ്ട്രാറ്റജിക് HR മെഷേഴ്സ്. അപ്പോൾ എക്സ്റ്റേർണലി നമ്മുടെ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിൽ നമ്മളെ കോമ്പറ്റീറ്ററെ നോക്കിയിട്ട് നമ്മുടെ HR മെഷേഴ്സ് ബെറ്റർ ആണോ അല്ലേ നോക്കുന്നതാണ് എക്സ്റ്റേർണൽ സ്ട്രാറ്റജിക് HR മെഷേഴ്സ്. ഇൻ ദിസ് ഫ്രെയിംവർക്ക് HR പ്രാക്ടീസസ് ആർ കോൺസെപ്ഷ്യലൈസ്ഡ് ആസ് കീ ഡ്രൈവേഴ്സ് ഇൻ ബിൽഡിംഗ് ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ HR പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഇതെന്ത് ചെയ്യും, നമ്മുടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും, അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലിങ്കേജ് ചെയിൻ എന്നുള്ള പേരിൽ വിളിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്ന HR പ്രാക്ടീസിനെയാണ് നമ്മൾ ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ലിങ്കേജ് ചെയിൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലിങ്കേജ് ചെയിൻ എന്ന് പറയാം.
അവിടെ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും എല്ലാം നോക്കുന്നുണ്ട്. ഇൻ സെക്കൻഡ് ലിങ്കേജ് ചെയിൻ, ഇനി രണ്ടാമത്തെ ലിങ്കേജ് ചെയിൻ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ് ബിക്കം കീ ഡ്രൈവേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ കീ ഡ്രൈവറായിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ് ആണ് കേട്ടോ. വിച്ച് ഇംപ്ലിമെൻറ്റ് ബിസിനസ് സ്ട്രാറ്റജി, ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബിസിനസ് സ്ട്രാറ്റജി. ഇമ്പാക്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ഇവൻച്വലി കോൺട്രിബ്യൂട്ട് ടു ഷെയർ ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ഹോൾഡറിൻ്റെ സാറ്റിസ്ഫാക്ഷനും കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഷെയർ ഹോൾഡറിന് എന്താ കൂടുതൽ റിട്ടേൺസ് കിട്ടുക എന്നുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അതും കൂടി അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് HRD പെർഫോമൻസിനകത്ത് പറയുന്നത്.